ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു രജിസ്റ്റേർഡ് നഴ്സുമാർക്ക് ഹെൽപ്പ് ആകുന്ന ഒരു വീഡിയോ ആണ് എടുത്തിരിക്കുന്നത്. രജിസ്റ്റേർഡ് നഴ്സുമാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രജിസ്റ്റേർഡ് നഴ്സുമാർ BSc നഴ്സിംഗ് കഴിഞ്ഞിരിക്കുന്നവർ ഓസ്ട്രേലിയയിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉള്ള രണ്ട് ആൻസറുമായിട്ടാണ്. അപ്പം എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ് എപ്പോഴും ചോദിക്കാറുണ്ട്, ചേച്ചി ഇപ്പോൾ ഓസ്ട്രേലിയൻ പ്രോസസ്സ് ചെയ്തത് തന്നെത്താനാണോ, അത് ഏജൻസി ത്രൂ ആണോ? ചേച്ചി നമ്മളിപ്പം IELTS ആണോ, OET ഒക്കെ ആണോ, ഇംഗ്ലീഷ് ടെസ്റ്റ് ആണോ ഫസ്റ്റ് എഴുതേണ്ടത്, അതോ നമുക്ക് നമ്മുടെ കോസ്കിയുടെ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് ചെയ്താൽ മതിയോ എന്നുള്ള ഏതാണ് ആദ്യം ചെയ്യേണ്ടത്? എല്ലാവർക്കും ഒരു കൺഫ്യൂഷനാണ്. അപ്പം നമ്മൾ ചെയ്തൊരു പ്രോസസ്സ് ഞാൻ പറഞ്ഞു തരാം. അപ്പം ഒട്ടുമുക്കാലും ഈ പ്രോസസ്സിൽ കൂടെ പോകുന്നതായിരിക്കും നല്ലത്. അപ്പം ഏജൻസി ത്രൂ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെത്താൻ ചെയ്യാവോ, അത് ഏജൻസി ത്രൂ പോകണോ എന്നുള്ളതാണ്. നമുക്കിത് തന്നെത്താൻ ചെയ്യാവുന്ന പ്രോസസ്സുകൾ, നമുക്ക് ഏജൻസി ത്രൂ പോകേണ്ട കാര്യമേ ഇല്ല. നമ്മുടെ ഇപ്പം അഫ്രയുടെ സൈറ്റിലും നമ്മൾ അഫ്രയുടെ ഏതെങ്കിലും അവരൊരു ക്ലാസ് എടുക്കുകയാണെങ്കിലും അവർ കറക്റ്റായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഓസ്ട്രേലിയൻ്റെ പ്രോസസ്സിങ് ചെയ്യുമ്പോൾ തേർഡ് പാർട്ടി വേണ്ട, നമുക്ക് തന്നെത്താൻ ചെയ്യാമെന്നുള്ളത്. നമുക്ക് എല്ലാ ഇൻഫർമേഷൻസും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സൈറ്റിൽ നമ്മളിപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ രജിസ്ട്രേഷൻ തുടങ്ങുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓസ്ട്രേലിയയുടെ റെഗുലേറ്ററി ബോഡിയാണ് AHPRA. അപ്ര ഓസ്ട്രേലിയൻ ഹെൽത്ത് റെഗുലേറ്ററി ബോഡിയാണ്. അപ്പം അപ്രയുടെ സൈറ്റിൽ പോകുക, അതിനകത്ത് ഇൻ്റർനാഷണൽ കാൻഡിഡേറ്റ്സ് എന്നുള്ള കോളം സെലക്ട് ചെയ്തിട്ട് IQNM ഇൻ്റർനാഷണൽ ക്വാളിഫൈഡ് നഴ്സസ് ആൻഡ് മിഡ്വൈഫ് IQNM. ഓക്കെ, അപ്പോൾ IQNM എന്നുള്ള ഡാഷ്ബോർഡിൻ്റെ എലിജിബിലിറ്റി നമ്മൾ ക്വാളിഫിക്കേഷൻ, നമ്മൾ വേറൊരു കൺട്രിയിൽ നിന്നാണ് ക്വാളിഫിക്കേഷൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അവർ ഫസ്റ്റ് അനലൈസ് ചെയ്യും നമ്മുടെ ക്വാളിഫിക്കേഷൻ ഓസ്ട്രേലിയൻ ക്വാളിഫിക്കേഷനുമായിട്ട് ഈക്വൽ ആണോ എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്നാ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ IQNMൻ്റെ ഡാഷ്ബോർഡിൽ പോകുന്നു. ഇൻ്റർനാഷണൽ കാൻഡിഡേറ്റിൻ്റെ IQNM ഡാഷ്ബോർഡിൽ പോയിട്ട് നമ്മുടെ ക്വാളിഫിക്കേഷൻസ് നമ്മളതിനകത്ത് നമ്മൾ ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്തിട്ട് നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ക്വാളിഫിക്കേഷൻ, ഞാനൊരു പ്രോസസ്സിംഗ് ആണ് പറയുന്നത്. ഞാൻ ഇതിൻ്റെ ജസ്റ്റ് ഒരു പ്രോസസ്സിംഗ് മാത്രമേ പറയുന്നുള്ളൂ. ഇപ്പം IQNMൻ്റെ ഡാഷ്ബോർഡിൽ എങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നതെന്നൊന്നും ഞാൻ പറയുന്നില്ല. ജസ്റ്റ് അത് ഞാൻ വേറൊരു ഇതിനകത്ത് വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഇപ്പം നമ്മൾ ഏതാണ് പ്രോസസ്സിംഗ് ഫസ്റ്റ് ചെയ്യേണ്ടതുള്ള എന്നൊരു ക്വസ്റ്റ്യനകത്ത് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ നമ്മൾ ഈ നമ്മുടെ ക്വാളിഫിക്കേഷൻ IQNMൻ്റെ ഡാഷ്ബോർഡിൽ കയറി അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പം IQNM നമ്മുടെ അതോറിറ്റി അവരത് അനലൈസ് ചെയ്യും. അവർ ക്വാളിഫിക്കേഷൻ ഇസ് മെറ്റ് ആണെങ്കിൽ നമുക്ക് അവർ NCLEX എഴുതാനുള്ള എലിജിബിലിറ്റി തരും. അപ്പോൾ നമ്മൾ NCLEX എഴുതാനുള്ള എലിജിബിലിറ്റി ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഴ്സൺ വ്യൂവിൽ പോയിട്ട് എക്സാമിന് ഡേറ്റ് എടുക്കുക. NCLEX RN എക്സാം എഴുതാനുള്ള ഡേറ്റ് എടുക്കുക. എന്നിട്ട് നമ്മൾ NCLEX RN എക്സാമിന് അപ്പിയർ ചെയ്യുക. നമ്മൾ എക്സാം പാസ്സായി കഴിയുമ്പം അതിൻ്റെ റിസൾട്ട് നമ്മൾ വീണ്ടും ഈ IQNMൻ്റെ ടീമാണ് നമുക്ക് മെസ്സേജ് വിട്ടിരിക്കുന്നത്, അവർക്ക് തിരിച്ച് റിപ്ലൈ ചെയ്യുക. ഈ റിസൾട്ട് നമ്മൾ അവർക്ക് തിരിച്ച് റിപ്ലൈ ചെയ്യുമ്പോൾ അവർ നമുക്ക് വിസ പ്രോസസ്സിങ് തുടങ്ങാനുള്ള ഇത് തരും. നമ്മുടെ അക്കൗണ്ടിൽ കയറിയിട്ട് നമ്മൾ വിസ പ്രോസസ്സിങ് തുടങ്ങണം. കാരണം നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയിട്ട് ഓസ്കിക്ക് എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ NCLEX പാസ്സായി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓസ്ട്രേലിയയിൽ പോയിട്ട് ഓസ്കി എഴുതുക എന്നതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓസ്ട്രേലിയ പോകണമെങ്കിൽ വിസ വേണം. നമുക്ക് വിസ കിട്ടിക്കഴിഞ്ഞിട്ട് മാത്രമേ ഇവർ നമുക്ക് ഡേറ്റ് തരത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നമുക്കൊരു എലിജിബിലിറ്റി ലെറ്റർ തരുമ്പോൾ നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. നമുക്ക് ഈ എലിജിബിലിറ്റി ലെറ്റർ നമ്മൾ എക്സാമിനാണ് പോകുന്നതുള്ളത് നമ്മളിത് അപ്ലോഡ് ചെയ്യുമ്പോൾ, ഈ ലെറ്റർ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് വേഗം തന്നെ വിസ കിട്ടും. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ വിസിറ്റിംഗ് വിസ 1 ഇയറിൻ്റെ ഒരു വിസിറ്റിംഗ് വിസയാണ് 600 എന്ന് പറയുന്നത്. വേറെ ഇതിനകത്ത് യൂട്യൂബിലൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ വിസ കിട്ടും. ആ വിസ നമ്മൾ ഇവർക്ക് അയച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇവർ നമുക്ക് ഓസ്കിക്കുള്ള ഡേറ്റ് തരും. ഇത്ര പേരാണ് നമ്മുടെ ഉള്ളത്. നമ്മൾ ചെയ്യേണ്ട ഓസ്കിക്ക് ഡേറ്റ് തന്നാൽ അതൊരു 2 to 3 months ഉണ്ട്. നമുക്ക് ഈ എക്സാം ഡേറ്റ് കിട്ടി അതിൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ ഈ സമയം ഒന്നെങ്കിൽ നമുക്ക് ഓസ്കിക്ക് പഠിക്കാം. ഒത്തിരി നമുക്ക് തിയററ്റിക്കൽ പഠിക്കണം എന്നുള്ളതാണെങ്കിൽ ഒരു 1 month മതിയായിരിക്കും ഓസ്കിക്കുള്ളത്. നമുക്ക് അധികം കൂടുതലൊന്നും അതിനകത്ത് ചിലവഴിക്കേണ്ട കാര്യമില്ല. കാരണം അതൊരു ഹാൻഡ്സ് ഓൺ പ്രാക്ടീസാണ് ശരിക്കും ഓസ്കി എന്നുള്ളത്. അപ്പോൾ നമ്മൾ സ്പീഡ്, നമ്മുടെ ടൈമിങ്സ്, നമ്മൾ ആ പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിങ്സ് ആണ് ശരിക്കും നമ്മുടെ ഹാൻഡ്സിൽ വരേണ്ടത്. എന്നാൽ സിമ്പിൾ പ്രൊസീജിയറാണ് എല്ലാം. നമുക്കത് നമ്മൾ തിയററ്റിക്കലായിട്ട് കൂടുതൽ പഠിക്കേണ്ടതല്ല. നമുക്ക് നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ നമ്മുടെ കൈകളിൽ ആ സ്പീഡ് ലിമിറ്റിനുള്ളിൽ എത്തണം. അതാണ് ശരിക്കും പറഞ്ഞാൽ ഓസ്കിയുടെ ട്രിക്ക് ശരിക്കും. പിന്നെ നമുക്ക് ഓസ്കി നമുക്ക് എഴുതി കഴിഞ്ഞിട്ട് ഓസ്കിയുടെ റിസൾട്ട് വരാൻ വേണ്ടി ഒരു മിനിമം 2 മാസം ഒരാഴ്ച എനിക്കെടുത്തത്. എല്ലാവർക്കും ഒരു ഏകദേശം ഒരു മിനിമം ഒരു 2 മാസം എടുക്കുന്നുണ്ട്. ഈ സമയത്തിനുള്ളിലാണ് നമുക്ക് OET, നമുക്ക് ഇംഗ്ലീഷ് ടെസ്റ്റ് പ്രിപ്പയർ ചെയ്ത് എഴുതി വെക്കാം.
ഓക്കെ, നമുക്ക് ഈ ഓസ്കിയുടെ അപ്ലൈ ചെയ്ത് വിസ കിട്ടിക്കഴിഞ്ഞിട്ടുള്ളൊരു സമയമുണ്ട്. നമുക്ക് എക്സാം ഓസ്കിക്ക് പോകുന്നോടെ വരെ ഒരു സമയമുണ്ട്, അത് കഴിഞ്ഞിട്ട് റിസൾട്ട് വരുന്നോടെ വരെ സമയമുണ്ട്. ഒരു മിനിമം നമുക്കൊരു 5 months കിട്ടും നമുക്ക് ഇംഗ്ലീഷ് ടെസ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട്. ഈ സമയത്തിനുള്ളിൽ നമ്മൾ ഇംഗ്ലീഷ് ടെസ്റ്റ് എഴുതി പാസ്സായിട്ട് റെഡിയാക്കി വെക്കുക. നമുക്ക് ഓൾറെഡി ഇപ്പം അബുദാബിയിൽ അല്ലെങ്കിൽ GCC കൺട്രീസിൽ അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിൽ ജോലിയുള്ള ഒരാൾക്ക്, ഇന്ത്യയിൽ ജോലിയുള്ള ഒരാൾ പ്രോസസ്സിങ് ചെയ്യുവാണെങ്കിലുള്ളതാണ് പറയുന്നത്. UK-ലും അയർലൻഡിലുള്ളവർക്കല്ല, അവർക്ക് ഡയറക്റ്റ് ഇപ്പോൾ രജിസ്ട്രേഷന് പോകാം കേട്ടോ. അപ്പോൾ നമുക്കത് ഓൾറെഡി ഓസ്കിയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അപ്പറയുടെ സൈറ്റിൽ പോയിട്ട് നമുക്കവിടെ രജിസ്ട്രേഷൻ എന്നുള്ളതുകൊണ്ട് രജിസ്ട്രേഷൻ അതിനകത്ത് തന്നെ നമുക്ക് ക്ലിക്ക് ആക്കുമ്പോൾ അതിനകത്ത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് കാണിക്കും. നമ്മൾ അതിനകത്ത് ക്ലിക്ക് ആക്കിയാൽ മതി, തന്നെ എല്ലാം ഓപ്പണായി വരും. അതിനകത്ത് നമ്മൾ പോകുന്നതിന് മുമ്പ് എല്ലാ പ്രാവശ്യം ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്യുമെൻറ്റ്സ് എന്നൊക്കെയാണ് വേണ്ടതെന്ന് നോക്കി വെക്കുക. അത് യൂട്യൂബിലൊക്കെ ഉണ്ട്. വിച്ച് ഡോക്യുമെൻറ്റ്സ് നമ്മളത് ചിലതൊക്കെ അറ്റസ്റ്റഡ് ആയിരിക്കും, അത് പ്രിപ്പയർ ആക്കുക. അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും അതിനകത്ത് പോയാൽ തന്നെ നമുക്കത് ഡോക്യുമെൻറ്റ്സ് ഏതാണെന്ന് കാണാൻ പറ്റും. അപ്പം പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കാൻ തിരിച്ച് വന്നാൽ മതി. ഡോക്യുമെൻറ്റ്സ് ഒക്കെ എഴുതി എടുത്തിട്ട് നമ്മളത് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ഏജൻസി ത്രൂ ചെയ്യുമ്പോൾ എന്നാ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് അവർ നമ്മളോട് ചോദിക്കും, നമ്മളത് ഏജൻസിക്ക് കൊടുക്കും. അവർ കുറച്ചും കൂടെ നമ്മളെ സ്ട്രെസ്സാക്കും. നമുക്ക് കുറച്ച് പെർഫെക്റ്റ് ആയിട്ടുള്ള അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഇതാക്കും. അതിൻ്റെ അല്ലാതെ നമ്മൾ പോകുവാണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് അതിനകത്തൊരു റിക്വയർമെൻറ്റ് സൈസും ഇതൊക്കെ പറയുന്നുണ്ട്. നമ്മൾ തന്നെ സ്കാൻ ചെയ്ത് ഡോക്യുമെൻറ്റ്സ് നമ്മുടെ കയ്യിലെല്ലാം ഉണ്ടല്ലോ. ഇപ്പം നമ്മുടെ ക്വാളിഫിക്കേഷൻ, നഴ്സിംഗ് ക്വാളിഫിക്കേഷൻ, എക്സാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ OETയുടെ എക്സാം കഴിഞ്ഞതിൻ്റെ ഓസ്കിയുടെ പേപ്പേഴ്സ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പാസ്പോർട്ട്, കൊച്ചുങ്ങളുടെ പാസ്പോർട്ട്, ഇതൊക്കെ ഒരു ക്ലിക്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. സോ നമുക്ക് ഏജൻസി ത്രൂ പോകേണ്ട ഒരു കാര്യമില്ല. നമ്മൾക്ക് ഏജൻസിക്കാരാണെങ്കിൽ നമ്മൾ ഓരോ പ്രോസസ്സും തുടങ്ങുമ്പോഴും അവർ പൈസ ചോദിക്കും. എൻ്റെ 2 ഫ്രണ്ട്സ്, എനിക്ക് അറിയാവുന്ന 2-3 ഫ്രണ്ട്സ് ഏജൻസി ത്രൂ ആദ്യം പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അവർ കംപ്ലീറ്റ് ആക്കിയില്ല, കാരണം ആ സമയത്ത് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണ് നമ്മളിങ്ങനെ തന്നെ ചെയ്തെന്ന് പറഞ്ഞപ്പോൾ അവർ ക്യാൻസൽ ചെയ്തു. അവർ സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി തുടങ്ങി. നമുക്ക് സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ നല്ല ലാഭമുണ്ട്. എസ്പെഷ്യലി നമ്മൾ എക്സാമിന് പോകുന്നതും എക്സാം എഴുതുന്നതും നമുക്ക് ഇച്ചിരി കോസ്റ്റ്ലിയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു 12 lakhs ആവുന്നുണ്ട് എല്ലാം കൂടെ. നമ്മൾ 12+ ആയെങ്കിലേ ഉള്ളൂ. അപ്പോൾ അത്രത്തോളം ആകുന്നുണ്ട് നമ്മൾ ഈ പ്രോസസ്സിങ്ങിന്. അപ്പം നമുക്ക് വീണ്ടും ഒരു എക്സ്ട്രാ പൈസ ഏജൻസിക്ക് കൊണ്ട് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം നമുക്ക് തന്നെ ചെയ്യാവുന്നൊരു കാര്യമുള്ളൂ. പിന്നെ ഇംഗ്ലീഷ് ടെസ്റ്റിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചത് നമ്മൾ IELTS, നമ്മളെ PT, IELTS അല്ലെങ്കിൽ OET പോലെ ഇംഗ്ലീഷ് ടെസ്റ്റാണോ ആദ്യം എഴുതേണ്ടത്, അതോ നമ്മൾ രജിസ്ട്രേഷൻ പ്രോസസ്സിംഗ് ആണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നതാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ പറയുന്നത്, ഞാൻ ചെയ്തതും ശരിക്കും ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഓസ്കി കഴിയുമ്പോഴത്തേക്കും ഈ ഇംഗ്ലീഷ് ടെസ്റ്റിൻ്റെ റിക്വയർമെൻ്റ് ഉള്ളത് നമ്മൾ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഏറ്റവും ലാസ്റ്റ് രജിസ്ട്രേഷൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സും, നമ്മുടെ ഓസ്കിയുടെ റിസൾട്ട്, നമ്മുടെ PTയുടെ റിസൾട്ട്, ഇതെല്ലാം കൂടെ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ലാസ്റ്റ് ഇത് കിട്ടുന്നത്, രജിസ്ട്രേഷൻ കിട്ടുന്നത്. ആ സമയത്തെ നമുക്ക് ഇംഗ്ലീഷ് ടെസ്റ്റിൻ്റെ ആവശ്യമുള്ളൂ. നമ്മൾ നേരത്തെ എഴുതി വെച്ചാൽ തന്നെ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് N+ കിട്ടാൻ ഡിലേ ആവും, ഓസ്കിക്ക് കിട്ടാൻ ഡിലേ ആവും. ഇപ്പോൾ ഓസ്കിക്കൊക്കെ ഒരു 6 months ഗ്യാപ്പ് വരുമ്പോൾ തന്നെ 1 year കഴിഞ്ഞു പോയി. അപ്പോൾ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഈ PTയും OETയൊക്കെ നമ്മൾ പഠിച്ച് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ രജിസ്ട്രേഷൻ ആ പ്രോസസ്സിങ് അവിടെ എത്താറാകുമ്പോഴത്തേക്കും നമ്മുടെ എക്സ്പയർ ആയി പോയിട്ട് വീണ്ടും അത് എക്സാം എഴുതേണ്ട ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിലും ഭേദം നമുക്ക് ലാസ്റ്റ് PT ഒക്കെ ആണെങ്കിൽ നമ്മൾ എല്ലാം കിട്ടിക്കഴിഞ്ഞിരിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു സ്ട്രെസ് റിലീഫ് ഉണ്ടാവും. നമ്മൾ കുറച്ചും കൂടി ട്രൈ ചെയ്യും. പിന്നെ നമുക്കതൊരു റിക്വയർമെൻ്റ് ആയി മാറും. അപ്പോൾ നമ്മൾ എന്തായാലും ഹാർഡ് വർക്ക് ചെയ്ത് അത് മേടിച്ചിരിക്കും. അപ്പോൾ ഓസ്കി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഓസ്കിയുടെ ആ ഡേറ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുള്ള ആ സമയത്തിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു ടൈം പീരീഡ് ഉണ്ട് ഇംഗ്ലീഷ് ടെസ്റ്റ് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ഇംഗ്ലീഷ് ടെസ്റ്റ് എഴുതിയെടുത്താൽ മതിയാവും. അപ്പം എനിക്ക് തോന്നുന്നു അത്യാവശ്യം ക്ലിയർ ചെയ്യുന്ന എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ചോദിക്കുക. ഇതിനകത്ത് കമൻറ്റ് ചോദിച്ചാൽ മതി, ഞാൻ അതിനകത്ത് പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ പറഞ്ഞതിന് 2 ഉള്ളൂ. ഒന്ന് രജിസ്ട്രേഷൻ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം, PTയും അല്ലെങ്കിൽ ഇംഗ്ലീഷ് ടെസ്റ്റ് നമ്മുടെ ഓസ്കിയുടെ ടൈം കഴിഞ്ഞ് രജിസ്ട്രേഷന് സമയമാകുമ്പോഴത്തേക്കും മതി. അപ്പോൾ നേരത്തെ എഴുതി വെക്കേണ്ടതില്ല, എക്സ്പയറി ആയിട്ട് നമ്മൾ രണ്ടാമത് എഴുതാൻ പോകേണ്ടതില്ല. ഇത് ഓസ്ട്രേലിയയുടെ മാത്രമാണ് കേട്ടോ. അതേസമയം നമ്മൾ UK അല്ലെങ്കിൽ അയർലൻഡിനൊക്കെയാണ് പോകണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഇംഗ്ലീഷ് ടെസ്റ്റാണ്. നമ്മൾ ബാക്കി അവിടെ ചെന്നിട്ടാണ് അവിടെ ഇവിടുത്തെ പോലെയല്ല, ഓസ്കി പോലെ തന്നെ അവിടുത്തെ എക്സാം നമ്മൾ അവിടെ ചെന്നിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇംഗ്ലീഷ് ടെസ്റ്റ് എഴുതി നമ്മുടെ പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടെ ചെല്ലുമ്പോഴാണ് എക്സാം. അപ്പോൾ UK, അയർലൻഡ് എന്ന സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഇംഗ്ലീഷ് ടെസ്റ്റ് ഫസ്റ്റ് റിക്വയർമെൻ്റ് ആണ്. പക്ഷേ നമുക്ക് ഓസ്ട്രേലിയയിലോട്ട് പോകുമ്പോൾ ലാസ്റ്റ് രജിസ്ട്രേഷൻ്റെ സമയത്ത് മതിയാവും. അപ്പം ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ കമൻറ്റ് ചോദിക്കുക. അപ്പോൾ ഞാൻ അതിനെ അറിയാവുന്നതൊക്കെ ആണെങ്കിൽ ആൻസർ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അതുവരെ ബൈ.